പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനു വേണ്ടി ഈ ഭവനത്തിൽ നിന്നുയരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ നിമിഷമാണ്. ലോകമെമ്പാടും ഇരുന്ന് ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ, വേദനകളെ, നിയോഗങ്ങളെ എല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന സമയമാണിത്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, എൻ്റെ മേലും ഈ ശുശ്രൂഷയോട് ചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും നീ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് കരുണ എന്ന് പറയുന്നത്. നമുക്ക് അർഹിക്കാത്ത സ്നേഹമാണ് ഓരോ നിമിഷവും ഈശോ നമ്മളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശോയെ, നീ ഞങ്ങളോട് കാണിക്കുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ആ കാരുണ്യത്തിൽ അങ്ങ് ഞങ്ങൾക്കായി അനുവദിക്കുന്നതൊക്കെ ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് വിശ്വസിക്കാനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അസ്വസ്ഥപ്പെടുത്തുന്ന ചില ജീവിതാനുഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനും പറയുന്ന പോലെ ഇത് എന്തുകൊണ്ട് എന്ന് നീ നിന്റെ സൃഷ്ടാവിനോട് ചോദിക്കരുത്. യഥാകാലം ദൈവ പദ്ധതി വെളിപ്പെടുമെന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ ഈശോ നമുക്കായി അനുവദിക്കുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. അത് പറ്റാതെ പോകുന്ന ഒത്തിരി മക്കളുണ്ട്. അതുകൊണ്ട് ചില വേദനകളും ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പേരിൽ അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ആകുലപ്പെട്ടൊക്കെ കഴിയുന്ന അനേകരെ ഓരോ നിമിഷം നമ്മൾ കാണും. തമ്പുരാന്റെ സ്നേഹത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ദൈവ പൈതലിനാണ് ജീവിതത്തിൽ ധൈര്യമെടുക്കാൻ പറ്റുക, കരുത്തെടുക്കാൻ പറ്റുക. കൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങൾ എല്ലാവരുടെ ഹൃദയത്തിലുള്ള വചനമാണ്. പക്ഷെ ഈ വചനം നമ്മൾ ഹൃദയത്തിൽ എഴുതിയിട്ടാൽ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും ആ വചനത്തോട്, നമ്മുടെ ഉള്ളിലുള്ള വചനത്തോട് നമ്മൾ പ്രത്യുത്തരിക്കണം. അല്ലെങ്കിൽ ആ വചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക, അംഗീകരിക്കുകയും ചെയ്യണം. ജെറമ്യാ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിന്നെക്കുറിച്ചുള്ള പദ്ധതി, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതി, നിന്റെ ജോലി, നിന്റെ പഠനം, നിന്റെ വിവാഹം, നിന്റെ കുടുംബം, ബന്ധങ്ങൾ, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്, കർത്താവിനൊരു തീരുമാനമുണ്ടെന്ന്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. അപ്പോൾ ഒരുപക്ഷെ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ടൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയായിരിക്കാം, വല്ലാത്ത ഞെരുക്കങ്ങളുടെയും അസ്വസ്ഥതകളുടെയും നടുവിലാകാം, കുടുംബത്തിൽ സമാധാനമില്ലായിരിക്കും, സ്വസ്ഥത ഇല്ലായിരിക്കാം, കുടുംബ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാം, ജീവിത പങ്കാളിയുടെ ദുശീലവും മക്കളുടെ ദുസ്വഭാവമൊക്കെ ഒത്തിരി മുറിപ്പെടുത്തുക, വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിലാകാം നിന്റെ ജീവിതം. അതുകൊണ്ട് ഒരാശങ്ക നിന്റെ മനസ്സിലുണ്ടാകാം, ഈ പദ്ധതിയിൽ എന്ത് നന്മയാണുള്ളതെന്ന്. അതിനെന്നാ പറയുന്നേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ചും വിളിക്കപ്പെട്ടവർക്കും എല്ലാം കാലാന്തരത്തിൽ നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ അവന് സാധിക്കും. ഇപ്പൊ ഒരുപക്ഷെ നിനക്ക് ഇതിനുള്ളിലെ ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ പറ്റണില്ല, ഇത് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു ദൈവിക ജ്ഞാനം ഒരുപക്ഷെ നമുക്കുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഈ അനുഭവങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഒന്നും മനസ്സിലായില്ലപ്പോഴും അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന്.
കർത്താവേ, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ആലോചനകൾ കൊണ്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളിലൂടെ ആകാം ഇന്ന് ഒരുപക്ഷെ നീ കടന്നു പോകുന്നത്. ഈ അനുഭവത്തിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നിന്റെ ആത്മീയ മനുഷ്യൻ രൂപപ്പെടുന്ന സമയമാകാതെ, ഒരുപക്ഷെ നിന്റെ വൈകാരിക മനുഷ്യനെ അല്പം കൂടി ആഴപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന സമയമാകാമത്. ഒരുപക്ഷെ നിന്റെ വിശ്വാസ ജീവിതത്തെ, വിശുദ്ധ ജീവിതത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ അല്പം കൂടി ബലപ്പെടുത്താനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാകാം ഈ കാലഘട്ടം. അറിയില്ല. പക്ഷേ ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തോട് പ്രത്യുത്തരിച്ചുകൊണ്ട് തൻ്റെ സ്നേഹത്തിൽ ദൈവം അനുവദിക്കുന്നതൊക്കെ എൻ്റെ നന്മയ്ക്കാണെന്നും വരും കാലങ്ങളിൽ ഉപരി നന്മയ്ക്കാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് പറ്റുമെന്ന് വിശ്വസിക്കുക. ഉടൻ വചനം പറയുന്നത് ഇവിടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് പറയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നിനക്ക് ശുഭമായ ഭാവി, നിനക്ക് പ്രത്യാശ നൽകുന്ന പദ്ധതി. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നതാണല്ലോ എല്ലാ കഠിനമായ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെ ഒക്കെ കാരണം. ദൈവിക പദ്ധതിയിൽ നിനക്ക് എന്നും പ്രത്യാശയുണ്ടെന്ന്, പ്രതീക്ഷയുണ്ടെന്ന്. ജീവിതത്തിലെല്ലാം തകർന്നു നിൽക്കുന്ന സമയത്താണെങ്കിലും നിനക്ക് സ്വപ്നം കാണാൻ പറ്റും കർത്താവിനോട് ചേർന്ന്, അവൻ്റെ പദ്ധതിയോട് ചേർന്ന്. എല്ലാം തകർന്നും തരിപ്പണമായി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും പരാജയപ്പെട്ടും ഭാരപ്പെട്ടും ഒക്കെ കഴിയുന്ന സമയത്താണെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തിൽ അനുവദിക്കപ്പെടുന്ന പദ്ധതിയോട് സഹകരിക്കുമ്പോൾ ഈ അനുഭവത്തിൽ നിനക്ക് സ്വപ്നം കാണാൻ പറ്റും. എന്ത്? എൻ്റെ ദൈവം ഈ അനുഭവവും നന്മയ്ക്കാക്കി മാറ്റുമെന്ന്. അങ്ങനെ കർത്താവിനോട് ചേർന്ന് സ്വപ്നം കാണാൻ പഠിക്കുന്നവരാണ് ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും അനുഭവങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൂ. പൂർവ്വപിതാവ് ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇത്രമാത്രം തകർക്കപ്പെട്ട ഒരു മനുഷ്യനില്ല. സ്വന്തം കൂടപ്പറപ്പുകൾ അവനെ പൊട്ടക്കണറ്റിലിട്ടു, അവനെ മറ്റൊരു ദേശത്തേക്ക് വിറ്റു. ഇനി അവിടെ ചെന്നിട്ടാണെങ്കിലോ പൊത്തിഫറിന്റെ ഭാര്യ കള്ളക്കഥയുണ്ടാക്കി അവന് ജയിലിൽ അടച്ചു. അങ്ങനെ നിരന്തരമായ തിക്താനുഭവങ്ങളുടെയും തിരസ്കരണാനുഭവങ്ങളുടെയും ജീവിതത്തിന്റെ വേദനകളുടെയും കണ്ണുനീരിന്റെ ഒക്കെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴും വചനം പറയുന്നു, ജോസഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും പരാതി പറയോ പരിഭവം പറയോ ഒന്നും ചെയ്തില്ല. കർത്താവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുകയും കർത്താവിനോട് ചേർന്നിരിക്കുകയും ജോസഫ് ചെയ്തു. ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, തൻ്റെ സഹോദരങ്ങള് ജോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തി വണങ്ങുകയും അവൻ ഇന്നലകളിൽ കണ്ട സ്വപ്നം പൂർത്തീകരിക്കപ്പെടുന്ന സമയം വന്നപ്പോൾ ജോസഫ് കണ്ണുനീരോടെ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മയായി ചെയ്തത് ദൈവം നന്മയ്ക്കാക്കി മാറ്റി. നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മരണത്തിലേക്കും വീണു പോകാതിരിക്കാൻ ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചു എന്ന്. നോക്കിക്കേ, ആ നിമിഷം വരെ എന്തായിരുന്നു ദൈവത്തിന്റെ പദ്ധതി എന്ന് ആർക്കും മനസ്സിലായില്ല. പക്ഷേ കാലാന്തരത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയുന്ന പോലെ പക്ഷേ ഇപ്പോൾ ഈ നിമിഷം കടന്നു പോകുന്ന അനുഭവം ഒരുപക്ഷെ നിനക്ക് പോലും പിടുത്തം കിട്ടുന്നില്ലായിരിക്കും. ഒരുപക്ഷെ നീ ഇപ്പം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ അത്ര കണ്ട് നിന്നെ തളർത്ത് കളയുന്ന ഈ അനുഭവത്തിൽ എന്ത് പ്രതീക്ഷിക്കാനാണ്, എന്ത് പ്രത്യാശിക്കാനാണ് നിന്റെ മനസ്സും നിന്റെ സാഹചര്യവും നിന്റെ ഇന്നലകളുടെ അനുഭവങ്ങളും ഒരുപക്ഷെ നിന്റെ മനസ്സിനോട് മന്ത്രിക്കുന്നുണ്ടാകും. പറയുക, നിന്റെ ഹൃദയത്തോട് പറയുക, നിന്റെ മനസ്സിനോട് പറയുക, എന്നെക്കുറിച്ചുള്ള എൻ്റെ കർത്താവിൻ്റെ പദ്ധതി അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എനിക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എല്ലാ നെഗറ്റീവ്, എല്ലാ ദൈവികമല്ലാത്ത വൈകാരികതകളെയും ഈ വചനത്തിന്റെ ശക്തിയാൽ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം. നമ്മുടെ മനസ്സ് തളരുന്ന എല്ലാ അനുഭവങ്ങളിലും ഈ വചനം നാം നമ്മോട് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്തണം. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന സകല അനുഭവങ്ങളിലും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. കരങ്ങൾ 2 ദിവസങ്ങളിലേക്ക് ഉയർത്താൻ പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കള് ഒത്തിരിയേറെ വേദനകളിലും സഹനങ്ങളിലും കണ്ണുനീരിലും രോഗത്തിലും തകർച്ചകളിലും ഞെരുക്കങ്ങളിലും സാമ്പത്തിക ബാധ്യതകളിലും ഒക്കെ കഴിയുന്നവരുണ്ട്. കർത്താവേ, നിന്റെ വലിയ സ്നേഹം ചൊരിയണമേ.
നിന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ ശുഭമായ ഭാവി പ്രത്യാശ കൊണ്ട് ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളെ നിന്റെ സ്നേഹത്തിൽ എന്നും വിശുദ്ധീകരിക്കുന്നതിന്, വീണ്ടെടുക്കുന്നതിന് നന്ദി പറയുന്നു. നിന്റെ സ്നേഹത്തിൽ നീ ഞങ്ങൾക്കായി ഒരുക്കുന്ന സകല നന്മകളെയും മുൻകൂട്ടി കണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നോളം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി പറയുന്നു. തകർന്നു പോകാമായിരുന്ന, തളർന്നു പോകാമായിരുന്ന ജീവിതത്തിന്റെ എത്രയോ അനുഭവങ്ങളിൽ, ഇന്നലകളിൽ ദൈവമേ നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കരുണ തോന്നണേ, ഈശോയെ ആരാധന, ആരാധന. അലിവു തോന്നണേ. കരങ്ങൾ കൂപ്പി. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ, കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. ഈശോയെ കരുണ തോന്നണമേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. ഈശോയെ, രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ഈശോയെ, പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിനാത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ, ഈശോയെ തോന്നണേ. ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും കരുണ കാണിക്കണമേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ലോകം മുഴുവനെയും ചേർത്ത് വയ്ക്കാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. നിരവധിയായ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻ്റായിട്ട് ഈ മക്കൾ ഇപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദിവസകാലം ഈ ആലയത്തിലേക്ക് വന്ന ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. ഫോൺ വഴിയും മെയിൽ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ കടന്നു വന്ന ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. ഈശോയെ, എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഉപകരണങ്ങളോടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം ആരെല്ലാം തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ വിഷയങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളെയും പ്രത്യേകം കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.